കുടിച്ചു വന്ന ഇയാളെ ശുശ്രൂഷിക്കാൻ ഞാൻ വേണം. അപ്പോഴും ചിന്തയെല്ലാം മഞ്ജുവിനെ കുറിച്ചാ. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. മഞ്ജു, നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ, പക്ഷെ നീ എന്നെ വെറുക്കരുത് മഞ്ജു. ഓ ഒരു മഞ്ജു. ഇവിടെ ഗിരിയേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളില്ലേ, പിന്നെ എന്തിനാ മഞ്ജു? മഞ്ജു, വേണ്ട മഞ്ജു, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് മഞ്ജു. മഞ്ജു, നീ എന്നോട് ക്ഷമിക്കും മഞ്ജു. ഞാൻ അബോധാവസ്ഥയിലാണെങ്കിലും ഗിരിയേട്ടന്റെ മനസ്സിൽ മഞ്ജു മാത്രമുള്ളല്ലേ? ഉറങ്ങിയോ? സാരമില്ല, എന്റെ ഉദ്ദേശം നടന്നില്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഗിരിയേട്ടൻ സുഖമായിട്ട് ഉറങ്ങിക്കോ. അബോധാവസ്ഥയിൽ ഗിരിയേട്ടൻ എന്തൊക്കെ ചെയ്തെന്ന് നാളെ രാവിലെ ഞാൻ പറഞ്ഞുതരാം. പ്രീതി എന്താ ഈ മുറിയില്, അതും എന്റെ കൂടെ ഈ കട്ടില്ല? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? അത് കിരീട്ട, ഇന്നലെ രാത്രി കിരീട്ടൻ കുറച്ച് കൂടുതൽ മദ്യപിച്ചാ എത്തിയത്. ഈശ്വര. കിരീട്ടൻ പടികളിൽ നിന്ന് വീഴണ്ടെന്ന് കരുതി ഞാൻ കിരീട്ടനെ മുറി വരെ താങ്ങിപ്പിടിച്ചെത്തിച്ചു. ഇവിടെ എത്തിയപ്പോ കിരീട്ടൻ എന്നെ പ്രീതി, ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പറിയിക്കുന്നില്ല എന്ന് എനിക്കറിയാം. സോറി.
ഗിരിയേട്ടൻ ഇങ്ങനെ തകർന്നു പോരുത്. ഞാൻ ഗിരിയേട്ടനെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഉറക്കം നിലവിളിച്ചിരുന്നെങ്കിൽ ഗിരിയേട്ടൻ പിന്മാറുമായിരുന്നു. പക്ഷേ ഇന്നലെ നടന്നതെല്ലാം ഞാനും ആഗ്രഹിച്ചിരുന്നു. തെറ്റാണെന്നറിയാം. പക്ഷെ ഗിരിയേട്ടനെ ഞാൻ സ്നേഹിച്ചു പോയി. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഗിരിയേട്ടന്റെ മാത്രം തെറ്റല്ല എന്ന്. ഗിരിയേട്ടന് കുറ്റബോധം തോന്നി തുടങ്ങി. ഇനി എന്നെ ഒഴിവാക്കാൻ ഗിരിയേട്ടന് പറ്റില്ല. എന്റെ മനസ്സിലുള്ളത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗിരിയേട്ടനൊരു നിലപാടെടുക്കാതെ പറ്റില്ല. എനിക്ക് ഇന്നലെ രാത്രി നടന്നതിനെ ഒരു വലിയ തെറ്റായി മാത്രമേ കാണാൻ കഴിയൂ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ, അത് മഞ്ജു. പ്രീതിക്ക് അനാവശ്യമായൊരു പ്രതീക്ഷ ഞാൻ തരാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. എനിക്കെന്റെ കുടുംബം തന്നെയാ വലുത്. ഇത്രയൊക്കെ ഞങ്ങൾക്കിടെ സംഭവിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഇയാൾക്ക് മഞ്ജുവിനെ തന്നെ വേണം. ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് പറയാമായിരുന്നു. പ്രീതി, മഞ്ജു ഇതിനെക്കുറിച്ച് ഒന്നും അറിയരുത്. അല്ലെങ്കിൽ തന്നെ മഞ്ജു ഞാനും തമ്മിൽ അകലാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനി ഇതുകൂടി അറിഞ്ഞ അവൾ എന്നെ വിട്ടുപോകും. അവളുടെയും കുഞ്ഞിന്റെയും കൂടെ സന്തോഷമുള്ളൊരു ജീവിത സ്വപ്നം കണ്ട മുന്നോട്ട് പോകുന്നത്. എനിക്ക് മഞ്ജു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പ്രീതി. ഞാൻ പ്രീതിയോട് യാചിക്കുക, മഞ്ജുവിനെ ഒന്നും അറിയിക്കരുത്. എന്നെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഗിരിയേട്ടൻ മാത്രമല്ല, മഞ്ജുവും കൂടിയാ. നിങ്ങളുടെ കുടുംബജീവിതം തകരാൻ ഞാനൊരിക്കലും ഒരു കാരണമാവില്ല. താങ്ക് യു പ്രീതി. കഴിഞ്ഞ രാത്രി നടന്നതല്ല ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കണം. കഴിഞ്ഞ രാത്രി ഒരു ചുക്ക് നടക്കാത്തത് തന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. എന്നെ കല്യാണം കഴിച്ചിട്ടേ ഗിരിയേട്ടൻ ഈ മുറിക്ക് പുറത്ത് കാലെടുത്ത് വെക്കുള്ളൂ.